ഒരു സൂപ്പർ ഫീലാണ്. 6 മിനിറ്റ് ഐസിൽ നിന്ന് കഴിഞ്ഞാൽ സമ്മാനമുണ്ട്. ഏയ് ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് കൊച്ചിയിൽ വെണ്ണലയിൽ ഒരു പുതിയൊരു ക്രിസ്മസ് വില്ലേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സെഞ്ചുറി ക്ലബിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ അതൊന്ന് കാണാൻ വേണ്ടി പോവാണ്. നമ്മൾ സെഞ്ചുറി ക്ലബിലെത്തി. ഭയങ്കര തിരക്കാണെന്ന് തോന്നുന്നു കേട്ടോ. ഫുൾ പാർക്കിംഗ് ഒക്കെ ഭയങ്കര ഫുള്ളായിട്ടാണുള്ളത്. 11 മണി വരെ സംഭവം പരിപാടിയുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് ഡയറക്റ്റ് ഉള്ളിലേക്ക് കയറാം. ഉള്ളിലേക്ക് കയറുന്ന വഴിക്ക് തന്നെ ഹോസും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. മെരി ക്രിസ്മസ്. ഇതാണ് എൻട്രൻസ്. നോർഡിക് ക്രിസ്മസ് വില്ലേജ്. അപ്പോൾ ക്രിസ്മസ് വില്ലേജിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം. വാവ്, വമ്പൻ തിരക്കാണല്ലോ. ഒരുപാട് സ്റ്റാളും കാര്യങ്ങളൊക്കെ സൈഡിലുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇതിന് മുമ്പ് നമുക്ക് നേരെ ഉള്ളിലേക്ക് പോകാൻ. അതിന് ദിവസം നിൽക്കും ഉള്ളിലുണ്ട്. നേരെ അവരെവിടെയാണ് ഉള്ളതെന്ന് നോക്കാം. കിഡ്സിൻ്റെ എൻജോയ്മെൻറ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് പോയി നോക്കാം. നൈനൂസൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ്. മോനോസൊക്കെ ഭയങ്കര തകർത്ത് എൻജോയ് ചെയ്യുന്നതാണ്. ഒരു രക്ഷയില്ല. ഇതിലുള്ള ബോളൊക്കെ എടുത്ത് സാധാരണ ഇങ്ങനെ കളിക്കാതെയാണ്. ഇതൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഉള്ളത് ഇവിടുത്തെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നൈനോസൊക്കെ അതിൻ്റെ മുകളിലൊക്കെ കയറി, ചെന്നായിയുടെ മുകളിലൊക്കെ കയറി കളിക്കാണ്. ആറ് മിനിറ്റ് ഐസിൽ നിന്ന് കഴിഞ്ഞാൽ സമ്മാനമുണ്ട്. അപ്പോൾ നമുക്ക് 6 മിനിറ്റ് ഐസിൽ നിന്ന് നോക്കാം. ഓക്കെ, പൊന്നെ സ്റ്റാർട്ട് ചെയ്താ. 1 2 3. 1 മിനിറ്റ് പോലും ആയില്ല അല്ലേ? അതെ, എന്താ ഗിഫ്റ്റ് അതനുസരിച്ച് നിൽക്കാൻ തോന്നുന്നു. ദൂരത്ത് എടുക്കും, ദൂരത്ത്. വാവേ വാവേ ഇതാ ഐസ് ഐസ്. അയ്യോ, ഐസിലൊക്കെ ചെറുതായിട്ടൊന്ന് നനഞ്ഞു. അതുകൊണ്ട് നൈനൂസിന്റെ കുപ്പായം മാറ്റി. എല്ലാ ആൾക്കാരും ഇവിടെ വന്നിട്ട് സാന്റാക്ലോസിന്റെ കൂടെ ഫോട്ടോ എടുക്കും. അങ്ങനെയൊക്കെയാണ് പരിപാടികൾ. വളരെ ഹാപ്പിയാണ്. ഇതൊക്കെ നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ലാതെ ഭംഗിയാണ്. നല്ല ലൈറ്റൊക്കെ വെച്ച് നല്ല സൂപ്പർ ആക്കിയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഉള്ളിൽ ചെറിയൊരു സ്റ്റാളുണ്ട്, അവിടെ പോയി നോക്കാം. കുറേ സ്റ്റാളൊക്കെ ഉണ്ട്. കണ്ടോ? അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെയുള്ള സംഭവങ്ങൾ. അതുകൂടാതെ ടീ സ്റ്റാളുണ്ട്, പിന്നെ വേറെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. നമുക്ക് കുറച്ചുകൂടി സംഭവങ്ങൾ കണ്ടു നോക്കാം. ഓൾറെഡി നൈറ്റായി. ഇനി ഹോസ് റൈഡ് കൂടി ഉണ്ട്. ഹോസിന്റെ മുകളിൽ കയറാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട്. ഇവിടെയൊക്കെ നല്ല ഡീറിന്റെ ഒക്കെ സംഭവങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെയാണ് എൻട്രൻസ് വരുന്നത്. എൻട്രൻസിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല ഒരു സൂപ്പർ
ഫീലാണ്. മഞ്ഞ് മൂടിയ പോലെയുള്ള സംഭവമാണ് കൊടുത്തിട്ടുള്ളത്. രഷ്യ അതിനോട് അടുത്ത് തന്നെയാണ് കുട്ടികൾക്ക് വേണ്ട കളിക്കേണ്ട സംഭവങ്ങളുള്ളത്. പിന്നെ ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ മറ്റുള്ള സംഭവങ്ങൾ.